ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഓണൊക്കെയാണ് വരാൻ വേണ്ടി പോകുന്നത്. നമുക്കൊരു കിടിലൻ വർക്ക് ഉണ്ടല്ലോ. വർക്ക് എന്ന് പറയുന്നത് ഞാനൊരു ഡ്രസ്സാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പഴയ മുണ്ടൊക്കെ ഉണ്ടാവില്ലേ വീട്ടിൽ, അച്ഛൻ്റെയോ അമ്മേൻ്റെയോ അമ്മമ്മേൻ്റെയോ ഒക്കെ. അങ്ങനെ ഒരു പഴയ മുണ്ടാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇതെൻ്റെ അമ്മാമേൻ്റെ മുണ്ട് എൻ്റെ ഏട്ടൻ യൂസ് ചെയ്തതാണെന്ന് തോന്നുന്നു. അറിയില്ല, കുറച്ച് മങ്ങിയൊരു കളറായതുകൊണ്ടാണ് പിന്നീട് ഇത് യൂസ് ചെയ്യില്ലല്ലോ എന്ന് കരുതി ഇതന്നെ എടുത്തത് കേട്ടോ. ഇതൊരു ഡബിൾ മുണ്ടാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ലെങ്ത്തും ഇതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഒന്ന് രണ്ട് വീഡിയോസൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഓണം റിലേറ്റഡ് ആയിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ കൈ കുറേ പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ, എന്താ സംഭവിച്ചതെന്ന്. അത് മറ്റൊന്നല്ല, ചെറുതായിട്ട് കൈ ഉളുക്കിയതുകൊണ്ട് മുറിവെണ്ണ തേച്ചിട്ട് ഞാൻ കെട്ടി വെച്ചതാണ് കേട്ടോ. എനിക്ക് അമ്മ നല്ല രീതിയിൽ കെട്ടി വെച്ച് തന്നെയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അളവ് എടുക്കുന്നുണ്ട് ആദ്യം തന്നെ കേട്ടോ. ഇത്രയും അധികം ഫ്ലെയർ ഇല്ലെങ്കിലും കുറച്ച് ഞാൻ ഫ്ലെയർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുണ്ടെടുക്കുമ്പോൾ എന്താ ഇതുപോലെ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ, ഈ ഒരു പാറ്റേണിൽ നമ്മൾ ഫോളോ ചെയ്യുവാണെങ്കിൽ അത്യാവശ്യം ഫ്ലെയർഡ് ആയിട്ടുള്ള ഡ്രസ്സ് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അതിന് പ്രത്യേകിച്ച് സ്റ്റിച്ചിങ് അറിയണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്പോൾ ഞാനും സ്റ്റിച്ചിങ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതിൻ്റെ കംപ്ലീറ്റ് ഫോളോ ചെയ്തിട്ട് നല്ല രീതിയിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്ത് നോക്കാത്തത് കൊണ്ട് തന്നെ ആ ഒരു പെർഫെക്ഷൻ കുറച്ച് കുറവുണ്ടായിരുന്നു. പിന്നീട് ചെയ്തിട്ട് ഞാനൊന്ന് ലെവലാക്കി എടുത്തതാണ്. അപ്പോൾ ഈ ഒരു മുണ്ട് കട്ടയിലും എൻ്റെ കൈ ഒന്നാമത് കുറച്ച് പണി കിട്ടി നിൽക്കുന്ന ടൈം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പപ്പയും അമ്മയും ഒക്കെ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പപ്പേനെ കാണിക്കാതെ തന്നെ, കാരണം പപ്പ ഷർട്ടൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നു, നല്ല ചൂടുള്ള ടൈമായിരുന്നു. അപ്പോൾ ആ സമയത്ത് പപ്പ ഷർട്ടൊന്നും ഇടാത്തതുകൊണ്ടാണ് ഞാൻ പപ്പേനെ കാണിക്കാഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ നെക്കിൻ്റെ പാറ്റേണും അതുപോലെ തന്നെ ബോഡി പോർഷനും ഒന്ന് കട്ട് ചെയ്തെടുത്തു. മാക്സിമം വീതി കണക്കായിട്ട് മാക്സിമം കിട്ടുന്ന വീതി നമ്മൾ എടുത്തിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ രണ്ട് ബാക്കും ഫ്രണ്ടും വേറെ വേറെ നിർത്തിക്കൊണ്ട് നമ്മൾ ചെറുതായിട്ടൊരു നെക്ക് പോർഷനും കൂടി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട് പോർഷൻ ഒരു ഹൈ കുറച്ച് പൊങ്ങി നിൽക്കുന്ന രീതിയിലൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു കോൺ ഷേപ്പിൽ നമ്മൾ മടക്കിയെടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്ത് നോക്കിയാൽ മതി. ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് സിമ്പിളായിട്ടുള്ള ഒരു കട്ടിംഗ് ആണ്. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കിയാൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു കട്ടിങ് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെ എഡ്ജസും കാര്യങ്ങളൊക്കെ ഒന്ന് നീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി സെയിം പോലെ തന്നെ നമ്മളൊന്നും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ലൈനിങ് പീസാണ് കേട്ടോ. വേറൊരു മുണ്ടെന്ന് ഞാൻ ലൈനിങ് പീസും കൂടി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ട് പഴയ മുണ്ടാണ് ഞാൻ ഈ ഒരു ഡ്രസ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. കുറച്ച് കട്ടിയുള്ള മുണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഒറ്റ മുണ്ട് മാത്രം തന്നെ യൂസ് ചെയ്താൽ മതി. അങ്ങനെ നൂലൊക്കെ നമ്മൾ കറക്റ്റ് നൂലൊക്കെ ഇട്ടതിന് ശേഷം ആദ്യം തന്നെ ലൈനിങ്ങിൻ്റെ അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ നെക്ക് പോർഷൻ കട്ട് ചെയ്തത് വെച്ചിട്ട് അതിനരികായിട്ടൊന്ന് അടിച്ചു കൊടുത്തതിന് ശേഷം ലൈനിങ്ങിൻ്റെ ആ ഒരു വശം ഉണ്ടല്ലോ, ഉള്ളിൽ എക്സ്ട്രാ നിൽക്കുന്നത്, നെക്ക് കഴിഞ്ഞ് നിൽക്കുന്ന ആ ഒരു വശം നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് മറിച്ചിട്ട് ഒന്ന് പതിച്ചടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ചെയ്തത് മനസ്സിലായിട്ടുണ്ടാകുന്നതായിരിക്കുന്നു. നെക്കിൻ്റെ അരികിലൂടെ ഒന്ന് അടിച്ചു കൊടുത്തതിന് ശേഷം എക്സ്ട്രാ വരുന്ന ലൈനിങ് പീസ് കട്ട് ചെയ്തിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് പതിച്ചടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല നീറ്റായിട്ട് നെക്ക് പോർഷൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. പിന്നെ ഇന്ന് എൻ്റെ കൂടെ മോളും ഉണ്ട്. അവളുടെ ബാക്ക്ഗ്രൗണ്ടിൽ അവൾ ബോട്ടിൽ വെച്ചിട്ട് കളിക്കുന്നതും അതുപോലെ തന്നെ സൗണ്ട് ഉണ്ടാക്കി കളിക്കുന്നതൊക്കെ ആയിട്ടുള്ള കുറച്ച് ഒച്ചപ്പാടും ബഹളമൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും. അതൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്യണേ. അപ്പോൾ നെക്ക് പോർഷനും കൂടി നമ്മളൊന്ന് ജോയിൻ ചെയ്തിട്ട് ഒന്ന് സെറ്റാക്കി എടുത്തു. അങ്ങനെ രണ്ട് സൈഡും ഫ്രണ്ടും ബാക്കും നമ്മൾ ചെയ്തെടുത്തു കേട്ടോ. പിന്നെ നമുക്കിനി ചെയ്തെടുക്കേണ്ടത്, ഇനി അതിന് രണ്ടും ജോയിൻ ചെയ്യേണ്ടതായിട്ടുള്ള രീതിയാണ്. ഞാൻ ചെയ്തത് ഇതുപോലെ ലൈനിങ് പീസും അതുപോലെ തന്നെ, അതായത് ബാക്ക് സൈഡിൻ്റെ ലൈനിങ്ങും ഫ്രണ്ട് സൈഡിൻ്റെ ലൈനിങ്ങും അതിൻ്റെ നല്ല വശവും കൂടി ഇതുപോലെ നീളത്തിൽ നമ്മളൊന്ന് ജോയിൻ ചെയ്ത് പിടിച്ചതിന് ശേഷം ഒന്ന് ജോയിൻ ചെയ്ത് അടിച്ചു കൊടുത്തിട്ട് ലൈനിങ് പീസ്, എനിക്കിതെങ്ങനെ പറഞ്ഞു തരേണ്ടതെന്ന് അറിയില്ല, ലൈനിങ് പീസ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അടിച്ച പോർഷൻ അവിടെ അതിൻ്റെ ഇൻവിസിബിളായിട്ടുള്ള സ്റ്റിച്ചിങ് നമുക്ക് കിട്ടും കേട്ടോ. കാരണം ലൈനിങ്ങിൻ്റെ ഉള്ളിലേക്ക് പോകും സ്റ്റിച്ച്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്തു കൊടുത്തത്. അതിനുശേഷം ബോഡിക്ക് നമുക്ക് എത്ര ഇതാണോ വേണ്ടത്, ബോഡിയിലെ ഭാഗങ്ങൾ എത്രയാണോ മാർക്ക് ചെയ്യുക, അതിന് കണക്കായിട്ട് ബോഡി ഷേപ്പിന് കണക്കായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടൊന്ന് അടിച്ചു കൊടുക്കുക. ഞാനിവിടെ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നെയാണ് ബോഡി ഒന്ന് മാർക്ക് ചെയ്തിട്ടൊന്ന് അടിച്ചു കൊടുത്തത് കേട്ടോ. പിന്നെ നമുക്കിവിടെ സ്ലിറ്റ് ഒന്നും അടിക്കേണ്ടതായിട്ടില്ല, കാരണം നമ്മൾ കംപ്ലീറ്റ് ഒരു ഫ്ലെയർഡ് ആയിട്ടുള്ള ഡ്രസ്സാണ് ചെയ്യുന്നത്. കംപ്ലീറ്റ് അരികത്തോടെ ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇനി നമുക്ക് സ്ലീവിൻ്റെ പോർഷനാണ് ചെയ്ത് കൊടുക്കേണ്ടത്. സ്ലീവിൻ്റെ കുറച്ചൊരു ഡിസൈനിങ് കൈൻഡ് ഓഫ് ഒരു സ്ലീവാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നീട്, അതായത് നമ്മൾ ബോഡിയും കാര്യങ്ങളൊക്കെ സെറ്റായി കിട്ടിയെന്ന് കഴിഞ്ഞാൽ ഒരു സമാധാനമാണ്. അതിന് ശേഷം സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാന്നുള്ള രീതിയിലാണ് ഞാൻ വെച്ചത്. ഇനി നമുക്ക് താഴത്തെ വശമൊക്കെ ഒന്ന് മടക്കിയൊക്കെ തയ്ച്ചു കൊടുത്തിട്ടൊന്ന് നീറ്റാക്കി എടുക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു.
കുഞ്ഞതായിട്ട് ഒരു 1/2 ഇഞ്ചൊക്കെ കനത്തിൽ മടക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് അടിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇനി നമുക്ക് സ്ലീവാണ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ സ്ലീവിൻ്റെ പോർഷൻ ഞാൻ അഡീഷണൽ ഒരുപാട് ലെങ്ത്തിൽ സ്ലീവ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം എന്താണ് ചെയ്തത് വെച്ചാൽ ഞെറി വിട്ടിട്ട് അടിച്ചു കൊടുക്കുമല്ലോ. അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല പഫായിട്ടുള്ള സ്ലീവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഞാനിവിടെ സ്ലീവ് കട്ട് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം നമ്മൾ കട്ട് ചെയ്യുന്നത് ഞാൻ നോർമലി എൻ്റെ ഒരു ഐഡിയ കണക്കായിട്ടാണ് കട്ട് ചെയ്യുന്നത്. നോർമൽ അങ്ങനെയൊന്നുമല്ല ചെയ്യേണ്ടത്, നമുക്കതിന് അളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാൻ എനിക്കത്ര പറഞ്ഞുതരാൻ അറിയാത്തതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരുന്നത്. നോർമൽ എടുക്കുന്ന സ്ലീവിനേക്കാൾ അഡീഷണൽ കുറേ അധികം തുണി എടുത്തതിന് ശേഷമാണ് ഇവിടെ ഒരു ഫ്ലെയർഡ് ആയിട്ടുള്ള ഒരു പഫായിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ലുക്ക് കിട്ടുന്ന രീതിയിൽ ഞാൻ ചെയ്ത് കൊടുത്തത്. എന്നിട്ട് എലാസ്റ്റിക് വെച്ചിട്ട് ഇതുപോലൊരു സെറ്റപ്പാണ് കൊടുത്തത്. താഴത്തെ വശത്ത് ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്, ബലൂൺ സ്ലീവ് പോലെ നിൽക്കാൻ വേണ്ടിയിട്ട് താഴത്തെ വശത്ത് ഇതുപോലൊരു എലാസ്റ്റിക് ഒക്കെ കൊടുത്തിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനും പറ്റും, അതുപോലെ തന്നെ നിങ്ങൾക്ക് അതുപോലെ തന്നെ ഫോളോ ചെയ്യാനും വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ ഒരു വൈറ്റ് കളർ എലാസ്റ്റിക് വെച്ചിട്ട് അവിടെ താഴത്തെ പോർഷനും കൂടി നമ്മളൊന്ന് ചെയ്തെടുത്തു. പിന്നെ കംപ്ലീറ്റ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് ബോഡി പോർഷൻ്റെ ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ അടുത്തേക്ക് വരെ എത്തിച്ചിട്ട് ഒന്ന് അവിടെ ക്ലോസ് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്ത് കൊടുത്തത് കേട്ടോ. ശരിക്കും ഒരുപാട് പേർക്ക് എൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇഷ്ടമാണെന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് തന്നെ ഭയങ്കര അത്ഭുതം തോന്നാറുണ്ട്. ഞാൻ എങ്ങനെയാണ് ഇത് മനസ്സിലാക്കി കൊടുക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവാറില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ നോർമൽ ഡ്രസ്സ്. ഇതിൽ വലിയൊരു സെറ്റപ്പായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ലല്ലോ. മുണ്ടുകൊണ്ടുള്ള ചെറിയൊരു വൈറ്റ് ഒരു ടോപ്പ്, ഒരു ഓഫ് വൈറ്റ് ടോപ്പായിട്ട് മാത്രമല്ലേ നമുക്ക് തോന്നുന്നത്. പക്ഷെ എല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചി എനിക്ക് ഇതുപോലെ കുറേ കട്ട് പീസ് കൊണ്ടു തന്നു. അതിൽ ഇതുപോലൊരു പുതിയ ക്ലോത്ത് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഒന്നും കൂടി എൻ്റെ കൂടെ ജോയിൻ ചെയ്ത് കൊടുത്താൽ സംഭവം സെറ്റായിട്ട് കിട്ടുന്നൊരു തോന്നൽ വന്നതുകൊണ്ട് തന്നെ ഞാനൊരു പീസ് ഞാൻ അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം മാർക്ക് ചെയ്തിട്ട് ഒന്ന് അതിൻ്റെ ആ ഒരു ബോഡി പോർഷൻ, അതിൻ്റെ മുകളിൽ നെക്ക് പോർഷൻ അതിന് കറക്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം ആ ഒരു പോർഷൻ ഇതുപോലെ ഞാനൊന്ന് ജോയിൻ ചെയ്ത് കൊടുത്തു കേട്ടോ. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിച്ചത് വെച്ചാൽ ഒരു അഡീഷണൽ ഒരു എക്സ്ട്രാ ഒരു ഡിസൈൻ പോലത്തെ ഡിസൈനർ വെയർ പോലത്തെ ഒരു ലുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെയ്യാൻ കുറച്ച് മെനക്കെട്ടു, കാരണം ഈ ഒരു സ്റ്റിച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് അഴിച്ചെടുക്കണം, അതിനുശേഷം ജോയിൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ മെനക്കെട്ട പരിപാടിയാണ്. പക്ഷേ ഞാൻ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ വെച്ച് മാർക്ക് ചെയ്തിട്ടാണ് ഞാൻ ചെയ്ത് കൊടുത്തത്. പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള തുണി എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക. ബോഡി പോർഷനൊക്കെ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് തന്നെ നെക്ക് പോർഷനിൽ അതൊക്കെ ഒന്ന് ജോയിൻ ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു ബാക്കിയുള്ള മെയിനായിട്ടുള്ള ജോയിൻ ചെയ്യലും അതുപോലെ തന്നെ ബോഡി പോർഷനൊക്കെ ക്ലോസ് ചെയ്യലൊക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് മാർക്ക് ചെയ്തെടുത്തു. അതിന് ശേഷം നെക്കിൻ്റെ പോർഷൻ്റെ അവരുടെ കറക്റ്റ് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം കുറച്ചധികം മെനക്കെട്ടിട്ട് ഞാനൊന്ന് ജോയിൻ ചെയ്ത് കൊടുത്തു കേട്ടോ. കുറച്ച് ശ്രദ്ധിച്ചിട്ട് വേണം ജോയിൻ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുത്തതുകൊണ്ട് തന്നെ ചെറിയൊരു പെർഫെക്ഷൻ കുറവുണ്ട്, എന്നാലും കുഴപ്പമില്ലാണ്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊരു ദിവസം മുന്നേ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ അടിപൊളിയായിട്ടുള്ള ഡ്രസ്സ് തന്നെ ചെയ്തേനേന്ന് എനിക്ക് പിന്നീട് തോന്നി കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തപ്പോൾ നല്ല കിടലനായിട്ടുള്ളൊരു ഡിസൈൻ തന്നെ കിട്ടി. നെക്ക് പോർഷൻ്റെ അവിടെ കറക്റ്റ് വെച്ച് മാർക്ക് ചെയ്തതിന് ശേഷം അതും കൂടി കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തു കേട്ടോ. ഒരു നല്ല രസമുണ്ട്, ഒരു അനാർക്കലി കൈൻഡ് ഓഫ് ഒരു ഡ്രസ്സ് അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. അറിയില്ല ഓണത്തിന് എത്രത്തോളം ഇത് ആപ്റ്റായിട്ടുള്ളൊരു ഡ്രസ്സാണെന്നുള്ളത്, എന്നാലൊരു ഫെസ്റ്റിവൽ കൈൻഡ് ഓഫ് ഡ്രസ്സ് അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ കൈൻഡ് ഓഫ് ലുക്കിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇതുപോലെയാണ് കിട്ടിയത്. അപ്പോൾ ഇതുകൊണ്ടൊന്നും തീർന്നില്ല, എനിക്ക് കുറച്ചും കൂടി സെറ്റപ്പായിട്ട് ഇതിനെ ചെയ്യണമെന്ന് തോന്നിയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഡൈ വാങ്ങിച്ചു. അപ്പോൾ ആ ഒരു മുകളിൽ കൊടുത്ത ഡിസൈൻ കണക്കായിട്ടുള്ള ഡൈ ഞാൻ താഴെയും കൂടെ ഒന്ന് കളർ ചെയ്തെടുത്താൽ കൊള്ളാമെന്ന് തോന്നിയതുകൊണ്ട് തന്നെ ഞാൻ ഡൈയും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ കുഞ്ഞിപ്പെണ്ണിൻ്റെ ഡ്രസ്സ് ഡൈ ചെയ്തത്. ഈ ഒരു ഡ്രസ്സ് ഡൈ ചെയ്തതിന് ശേഷമാണ് കേട്ടോ. പക്ഷേ ജസ്റ്റ് ഒരു വീഡിയോ എന്നുള്ള രീതിയിൽ ഞാൻ ആദ്യം ഇട്ടുന്നേ ഉള്ളൂ. പക്ഷേ ആദ്യം ഞാൻ ഡൈ ചെയ്തത് ഈ ഒരു ഡ്രസ്സാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതുപോലൊരു ചെറിയ പോർഷനിൽ നല്ല ടൈറ്റായിട്ട് ഞാനൊന്ന് കെട്ടി വെച്ചതിന് ശേഷം ഒരു പാത്രം എടുത്തു. അതിൽ തിളച്ച ചൂടുവെള്ളം ഒഴിച്ചു. ഞാനിവിടെ കടമ്പിൻ്റെ ക്ലോത്ത് ഡൈ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതിലേക്ക് കല്ലുപ്പും കുറേ അധികം ആഡ് ചെയ്ത് കൊടുത്തു. അതിലേക്ക് നല്ല ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്, നല്ല തിളച്ച ചൂടുവെള്ളം. ഉപ്പിടുന്നില്ലെങ്കിൽ പകരം വിനാഗിരി ഒഴിച്ചാലും നല്ലതാണെന്ന് ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ഡൈ കളറും ഉപ്പും നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എത്രത്തോളമാണ് കളർ വേണ്ടത് ആ ഒരു ഭാഗത്തിന് കണക്കായിട്ടൊന്ന് മുക്കി എനിക്ക് തോന്നുന്നു ഒരു 1-2 മണിക്കൂറിലധികം വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ അതിൽ കളർ പിടിക്കുന്നുണ്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ കുറേ അധികം നേരം ഉച്ചക്ക് വെച്ചിട്ട് ഞാൻ വൈകുന്നേരമാണ് എടുത്തത്, പറ്റുന്നത്രോളം കളർ പിടിക്കട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ മുക്കി ഞാൻ അവിടെ വെച്ച് കൊടുത്തു. അതിന് ശേഷം
കുറേ നേരം കഴിഞ്ഞിട്ട് ഞാൻ ഒരു ചെറിയ കെട്ടും കൂടെ കൊടുത്തിട്ട് അതും കൂടി ഒന്ന് മുക്കി വെച്ചു കേട്ടോ. പക്ഷേ ഞാൻ ചെറിയൊരു മണ്ടത്തരം ചെയ്തു. ഞാൻ ആ ഒരു കെട്ടിയത് കഴുകുന്നതിന് മുന്നേ ആയിട്ട് അഴിച്ചു പോയി. അതുകൊണ്ട് എല്ലാ കളറും മിക്സായിപ്പോയി. അല്ലാണ്ടാണെങ്കിൽ നമുക്കൊരു വൈറ്റ് ലൈൻ നടുക്കവിടെ കിട്ടുന്ന രീതിയിലൊരു ലുക്ക് കിട്ടിയേനെ. ഞാൻ അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചാണ് ചെയ്തത്. പിന്നെ നമുക്കൊരു ഡൈ ചെയ്തെടുക്കാനുള്ള ഒരു പോരായ്മൊക്കെ കൊണ്ട് തന്നെ ഞാൻ മുകൾ വശം വേറെ കളറാവാതിരിക്കാൻ വേണ്ടിയിട്ട് പാക്കറ്റിലിട്ടതിന് ശേഷം നല്ല രീതിയിൽ കെട്ടി വെച്ചിട്ടോ. ഇത് നല്ലൊരു ഹാക്കാണ്. നിങ്ങൾ ഡ്രൈ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ കുറേ അധികം സമയം കഴിഞ്ഞതിന് ശേഷം ഞാൻ അതൊന്ന് പുറത്തേക്ക് എടുത്ത് നോക്കുവാണ്. നമ്മൾ പിഴിഞ്ഞ് കളയുമ്പോൾ മാക്സിമം കളറൊക്കെ ഇളകി പോകുന്ന പോലത്തെ നമുക്കൊരു ഫീൽ ഉണ്ടാവും. പക്ഷേ പോകുന്നില്ല കേട്ടോ. നല്ല രീതിയിൽ നമുക്ക് കഴുകിയെടുക്കാം. ഉണങ്ങിയതിന് ശേഷം ഒരിക്കൽ കഴുകുന്നതായിരിക്കും നല്ലത് കേട്ടോ. അങ്ങനെ ഒരു 3, 4, 5 വെള്ളത്തിൽ കഴുകുമ്പോൾ തന്നെ കളർ നല്ല രീതിയിൽ തന്നെ അതിൽ കിട്ടിയിട്ടുണ്ട്. വെള്ളം നല്ല രീതിയിൽ വൈറ്റ് കളറാവുകയും ചെയ്തു. അപ്പോൾ ചെയ്തു വന്നപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ലേ, ചെറിയൊരു പോരായ്മയൊക്കെ ഉണ്ട്. എന്നാലും എനിക്ക് നല്ലൊരു പീച്ച് ഷെയ്ഡായിരുന്നു വേണ്ടത്. എനിക്ക് അതന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇഷ്ടപ്പെട്ടോ, എന്ത് തോന്നുന്നു ഇതിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്നാലും പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നത്. സംഭവം അടിപൊളിയാണ്. നമുക്ക് കയ്യിലുള്ള ആ ഒരു പാക്കറ്റ് കളറിന് വെറും 10 രൂപയേ ഉള്ളൂ. പിന്നെ പഴയ മുണ്ടൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ലുക്ക് തന്നെ കിട്ടും. അപ്പോൾ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.